ഹസ്ബൻഡ് ഇറങ്ങി അവിടെ നിൽക്കുക. ഇനി വെള്ളം വന്ന മൂപ്പരും പോകും. അതൊന്ന് രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് വന്നൂടെ? മൂപ്പർക്ക് നീനുവിനെ അങ്ങോട്ട് മിന്നുവിനെ രക്ഷപ്പെടുത്തിയിട്ട് മൂപ്പർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ബാക്കി മൂന്നാളും അതിൻ്റെ ഉള്ളിലാണ്. ആരെങ്കിലും ഒന്ന് വരും. ഇതുവരെ ഒരു കുട്ടി എത്തിയിട്ടില്ല. ടൗണിൽ ബഷീർ ഖാൻ്റെ കടേൻ്റെ ബാക്കിലാണ് വീട്. ആരെങ്കിലും വേഗം വരുമോ? ഇപ്പൊ വന്നാലേ അവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരൊറ്റ രക്ഷാപ്രവർത്തകർ ഇതുവരെ എത്തിയിട്ടില്ല. ആരെങ്കിലും വരെ? ടൗണിൽ തന്നെയല്ലേ, ചൂരമല ടൗണിൽ തന്നെയാ ഉള്ളത്. മുന്നത്തെ വീടൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് ബഷീർ ഖാന്റെ കടേന്റെ ബാക്കിൽ കൂടെ വന്ന നൗഷീനി ഉബൈദിന് അമ്മായിയും നീനും അതിൻ്റെ ഉള്ളിലുണ്ട്. ചളിയിൽ പെട്ടിക്കണം. ഒന്ന് രക്ഷിക്കോ? പാലത്തിൻ്റെ അവസ്ഥയാണിത്. കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ്. ഉരുൾപൊട്ടലിൽ 36 മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രികളിലാണ്. 70 പേർക്ക് പരിക്കേറ്റു. മേപ്പാടി ആശുപത്രിയിൽ 18ഉം സ്വകാര്യ ആശുപത്രിയിൽ 7 മൃതദേഹങ്ങളുമാണുള്ളത്. നിലമ്പൂർ മഞ്ചേരി ആശുപത്രിയിൽ 8 മൃതദേഹങ്ങൾ. നിലമ്പൂർ പോത്തുകല്ലിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് 11 മൃതദേഹങ്ങൾ. മലപ്പുറം ഇരുട്ടുകുത്തിയിൽ ചാലിയാറിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. മുണ്ടക്കയിൽ നിന്ന് പുഴ ഒഴുകിയെത്തുന്നത് ചാലിയാറിലാണ്. മുണ്ടക്കയിൽ കുന്നിൻ്റെ മുകളിലും റിസോർട്ടിലും രക്ഷ തേടിയെത്തിയത് 250 പേർ. കുന്നിൻ്റെ മുകളിൽ 150ഉം റിസോർട്ടിൽ 100 പേരുമുണ്ട്. വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച 3 പേരും കുന്നിൻ്റെ മുകളിലാണ്. 3 പേരുടെയും നില ഗുരുതരം. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണുള്ളത്. 50 വീടെങ്കിലും തകർന്നതായി നാട്ടുകാർ പറയുന്നു. മുണ്ടക്കയിൽ ബാക്കിയുണ്ടാവുക 10 വീടുകൾ മാത്രമെന്നാണ് റിപ്പോർട്ടുകൾ. ഉരുൾപൊട്ടലിൽ ഒരു സ്കൂൾ പാടെ തകർന്നതായും ഒരു മസ്ജിദും തകർന്നതായും പറയുന്നു. ഉസ്താദിനെ ഉൾപ്പെടെ നിരവധി പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ഭാഗം അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച ഓണാണ്.